പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആരാണ് ചതിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ സൂരജും അതുപോലെ തന്നെ മീനുവും. ഇതിന്റെ ഭാഗമായി അവരുടെ ജാതകവുമായി ചെന്നിരിക്കുകയാണ് ഇപ്പോൾ ജ്യോത്സ്യനെ കാണുന്നതിനായി. ജ്യോത്സ്യനോട് ജാതകം ഒന്ന് നോക്കി തരണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ കാര്യങ്ങളുടെ ഗതി എങ്ങോട്ടാണ് എന്ന് അറിയാത്ത ജ്യോത്സ്യൻ അത് നോക്കുകയും ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്, ഈ ജാതകങ്ങൾ തമ്മിൽ ചേരില്ലെന്ന് ആരാണ് പറഞ്ഞത്? ഈ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലോ, ഈ ജാതകങ്ങൾ ചേരില്ല എന്ന് പറഞ്ഞ ആ തിണ്ടി താൻ തന്നെയാടോ എന്ന് പറഞ്ഞ് സൂരജ് കുത്തിപ്പിടിച്ചിരിക്കുകയാണ് കഴുത്തിൽ. ജ്യോത്സ്യനാകെ ഞെട്ടിപ്പോകുന്നു. ഞാനോ? അയ്യോ എന്ന് പറഞ്ഞ് അയാൾ ആലോചിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോഴാണ് കാര്യങ്ങൾ അയാളുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. ഇതോടെ ജ്യോത്സ്യൻ തനിക്ക് തെറ്റുപറ്റിപ്പോയതായി സമ്മതിക്കാൻ തയ്യാറാവുകയാണ്. എനിക്ക് പറ്റിയ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്, ഞാനത് പൈസ വാങ്ങി പറഞ്ഞതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതോടെ ജ്യോത്സ്യനെയും കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുന്നതിന് സൂരജും മീനുവും സൂരജിന്റെ മുത്തശ്ശിയുടെ മുൻപിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് സത്യങ്ങളെല്ലാം പറയുന്നതിന് അയാൾ തയ്യാറാകുന്നു. ഈ ജാതകങ്ങൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവുമില്ല, എല്ലാം ഞാൻ കള്ളം പറഞ്ഞതാണ്, എന്നോട് ക്ഷമിക്കണം. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മുത്തശ്ശി. ആരാണ് കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മുത്തശ്ശി. ഈ ബഹളം കേട്ട് എത്തുന്ന സുമതിയാകട്ടെ കാര്യങ്ങൾ കൈവിട്ടുപോയല്ലോ ഈശ്വര എന്ന് ആലോചിക്കുന്നു. ആ ജ്യോത്സ്യൻ ഇവിടെ എത്തി ഞാൻ ചെയ്ത കള്ളത്തരം മുഴുവൻ പുറത്താകുമോ? ആ ജ്യോത്സ്യൻ എൻ്റെ പേര് പറയുകയാണ് എങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം സത്യമായിരിക്കും. എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അവർ. പക്ഷേ ജ്യോത്സ്യൻ തൽക്കാലത്തേക്ക് രക്ഷിക്കുകയാണ് അവരെ. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, അതുകൊണ്ട് ജ്യോത്സ്യൻ തന്നെ ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് പറ, ബാക്കി കാര്യങ്ങൾ അതുവഴി ആലോചിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് മുത്തശ്ശി. അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന മീനുവും അതുപോലെ തന്നെ സൂരജും കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് ആലോചിക്കുകയാണ്. വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ, ദൈവമേ എന്ത് ചെയ്യും? അല്ല ജ്യോത്സ്യ, വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, താൻ പൊക്കോ, തന്നെ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. സൂരജെ നിർത്ത്, മുത്തശ്ശി പറയുന്നത് കേക്ക്, നിങ്ങൾ നോക്കി നല്ലൊരു ദിവസം കുറിച്ചുതാ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് മുത്തശ്ശി പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കൊണ്ട് അയാൾ നല്ലൊരു ദിവസം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഇതെനിക്ക് ഇനി തെറ്റ് പറ്റില്ല, ഞാൻ ഉറപ്പ് നൽകുകയാണ്, ഈ ഒരു ഡേറ്റ് വളരെ ഗംഭീരമായിരിക്കും. ഇതോടെ ആകെ പെട്ടുപോവുകയാണ് സൂരജും മീനുവും. ഇതേ തുടർന്ന് സൂരജിനെ ചെന്ന് കാണുന്ന മീനു, വല്ല ആവശ്യമുണ്ടായിരുന്നോ അയാളെ ഇവിടേക്ക് വരുന്നതിന്? ഇപ്പോൾ എന്തായി? കാര്യങ്ങൾ കൈവിട്ടു പോയത് കണ്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് കരുതിയല്ല ചെയ്തത്, അത് നിനക്കും അറിയാമല്ലോ. ഇനിയിപ്പോൾ എന്തു ചെയ്യും? കാര്യങ്ങൾ കൈവിട്ടു പോയില്ലേ? കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടൊന്നില്ല മീനു, ഞാൻ കാര്യങ്ങൾ ശരിയാക്കാം, കുറച്ച് സമയം താ, മുത്തശ്ശിയെ നയത്തിൽ എൻ്റെ വരുതിയിലേക്ക് ഞാൻ കൊണ്ടുവരാം, പോരെ എന്ന് പറഞ്ഞ് സൂരജ് പോവുകയാണ്. പക്ഷേ സൂരജിനും മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നതിനെ പറ്റി.
ഇതേസമയം ചിന്താമണിയെ ചെന്ന് കാണുന്ന സുമതി ഭാഗ്യത്തിന് ഇപ്രാവശ്യം പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടത്. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ അവരുടെ വിവാഹം നടക്കാൻ പോവുകയല്ലേ അമ്മേ? അവരുടെ വിവാഹം നടന്നിട്ടൊന്നുമില്ലല്ലോ, നടക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. നീ പേടിക്കാതിരി, കാര്യങ്ങൾ ഞാൻ ശരിയാക്കാം, ഒരു പ്രശ്നവും ഉണ്ടാവില്ല, പേടിക്കാതെ കൂടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞ് സുമതി പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.